അവസാനിച്ചെന്ന് കരുതുന്നിടത്ത് തുടങ്ങുന്നതാണ് ശീലം. അതുകൊണ്ടാണവർ RCB ആയതും. ത്രില്ലർ ഒരുപാട് കണ്ടു കഴിഞ്ഞതാണ്. പക്ഷേ അവരൊരുക്കുന്നതിന്റെ തട്ട് അത് താണ് തന്നെ നിൽക്കും. ജയപരാജയത്തിന്റെ അടയാളപ്പെടുത്തലുകൾ ഒടുവിലെ പന്ത് വരെ നീളുന്നതിലും വലുതൊന്നും ക്രിക്കറ്റ് മൈതാനത്തില്ലല്ലോ. മുംബൈ RCB ക്ലാസിക് പോരിന് IPL ചരിത്രത്തിൽ ഇന്നിന്റെ രേഖപ്പെടുത്തൽ അത് വല്ലാത്തൊരു കഥയാണ്. മുംബൈക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ലായിരിക്കാം. പക്ഷേ 2025 തനിയാവർത്തനം അനുഭൂതി നിറയ്ക്കാൻ RCB തുനിഞ്ഞിറങ്ങിയവരാണ്. അസാധ്യമായത് സാധ്യമാക്കാൻ നീണ്ട 18 വർഷത്തെ സാക്ഷാത്കാര രാവിനപ്പുറം അവർക്കുള്ളിൽ ആത്മവിശ്വാസത്തിന്റെ കോട്ടകൾ ഉയർന്നു പോയി. ഭുവനേശ്വർ സ്വിങ്ങുകളിൽ അന്ന് കണ്ട സുഖമുള്ള ഓർമ്മകൾ അയാൾ ഇന്നും മൈതാനത്ത് നിറയ്ക്കുകയാണ്. മുംബൈയുടെ മുൻനിരയ്ക്ക് മുന്നിൽ ഭുവിയുടെ തീയുണ്ടകൾ പാഞ്ഞെടുത്തു. റിക്വൽച്ചനെ മുംബൈ സ്വപ്നങ്ങൾക്ക് മേൽ ആദ്യ പ്രഹരം തീർത്ത് യാത്രയാക്കി. ഹിറ്റ്മാൻ, സൂര്യകുമാർ, തിലക് വർമ്മ ഭുവിക്ക് മുന്നിൽ സാഷ്ടാംഗം വീണവരുടെ പേരുകളാണ്. 4 ഓവറുകളിൽ 23 റൺസുകൾ വിട്ടു നൽകി ഭുവിയുടെ 4 വിക്കറ്റ് നേട്ടം. റായ്പൂരിന്റെ മണ്ണിൽ ചെറുത്തുനിൽപ്പിന് പോലും അയാൾക്ക് മുന്നിൽ മുംബൈക്ക് മറുപടിയില്ലാതെ പോയി. ചിറകറ്റു വീണ മുംബൈ സ്വപ്നങ്ങൾക്ക് മുന്നിൽ പോരാടാൻ ഉറച്ച് പതിവ് പോലെ നമൻ തീറുണ്ടായിരുന്നു. തിലക് വർമ്മയുടെ അർദ്ധശതകം അത് ജീവശ്വാസമായി മുംബൈ ആരാധകർക്കുള്ളിലേക്ക് പ്രവഹിച്ചു. നമൻ തീറിന്റെ 47 ചേർന്നതോടെ മുംബൈ 166. റണ്ണുയരാത്ത മൈതാനമെങ്കിലും ഇതുപോലൊന്ന് പ്രതീക്ഷകളിൽ ഉണ്ടായിരുന്നതേയല്ല. ചെറിയ സ്കോറിലേക്ക് RCB ബാറ്റെടുത്തു. രാജാവിനെ വീഴ്ത്തിയ ആ തുടക്കം നിരാശയുടെ കാർമേഘങ്ങൾക്കിടെ നേർത്തൊരു പ്രകാശം മുംബൈക്ക് ആശ്വാസ തീരം കണ്ടു. RCBയുടെ നട്ടല്ലൊരുത്തൻ പടിക്കലും നായകൻ പടിതാറും വീണു. പവർ പ്ലേയിൽ റൺസിനായി കൂച്ചനടിക്കാർ വിയർത്തു. എന്നാൽ വീണെന്ന് കരുതിയെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, അവസാനിപ്പിക്കാതെ പ്രതീക്ഷയുടെ ചിരി തെളിഞ്ഞേക്കരുത്. ബേദലും കൃണാൽ പാണ്ഡ്യയും ചേർന്ന് രക്ഷാപ്രവർത്തനം. 27-27 ബേദലും മടങ്ങിയതോടെ RCB ആരാധകരും ഒന്നുറപ്പിച്ചു, ഇനിയൊരു തിരിച്ചുവരവില്ല. പക്ഷേ 2025 ഇതുപോലൊന്ന് കണ്ടതാണ്. തീർന്നെന്ന് കരുതിയിടത്ത് കൃണാൽ പാണ്ഡ്യയുടെ ഒറ്റയാൾ പോരാട്ടം. വർഷമൊന്ന് പിന്നിട്ടയാൾ കാത്തുവച്ച തനിയാവർത്തനം ഇതാ കണ്ടുകൊള്ളുക. ക്രീസിൽ വേദന മറന്ന് പരിക്കേറ്റ് കാലിലുറച്ച് അവന്റെ ഒരു പോരാട്ടമാണ്. ഡഗൌട്ടിൽ കോഹ്ലിയുടെ മുഖവും മനസ്സും നിറഞ്ഞിരിക്കണം. ബുംറയടക്കം അയാളെ വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ പക്ഷേ മൂർച്ച പോരാതെ വന്നു. ജയത്തിലേക്ക് 73 റൺസുകൾ അയാൾ ചേർത്തുവെച്ചു. RCB ലോയൽ ഫാൻസിന്റെ ഇടനെഞ്ചു നിറച്ച് ഒരൊന്നൊന്നര ഇന്നിംഗ്സ് ആണത്. കൃണാലും ടിൻഡേവിഡും ഷെപ്പേർഡും വീണതോടെ മത്സരഗതി മാറിമറിഞ്ഞു. വീണ്ടും മുംബൈ ആരാധകർ ആർത്തു വിളിച്ചു. സ്വപ്നങ്ങൾ ഉണർന്നു. അവസാന ഓവറുകളിൽ വേണ്ടത് 15. വൈഡുകളും നോബോളും കനിഞ്ഞു നൽകിയ മുംബൈ പക്ഷേ തിരിച്ചു വന്നു. 3 പന്തുകളിൽ വേണ്ടത് 9. ക്രീസിൽ പന്തെടുത്ത് RCBയെ നയിച്ചവൻ ഭുവനേശ്വർ. ട്വിസ്റ്റുകളുടെ ഘോഷയാത്രയ്ക്കിടെ മത്സരഗതി തിരിച്ചൊരു പന്താണത്. ഭുവിയിൽ ഉതിർന്ന സിക്സറിൽ മുംബൈ സ്തംഭിച്ചു നിന്നു. ഒടുവിലെ പന്തിൽ 2 റൺസുകളും നേടി 2 വിക്കറ്റ് വിജയവുമായി RCB തീർത്തത് ചരിത്രം. സ്തംഭിച്ച് തലതാഴ്ത്തി നിന്ന മുംബൈക്ക് വീണ്ടും ഒരു നിരാശയുടെ നിലാവ് തന്നെ. മൈതാനത്ത് ആവേശമല തല്ലി RCB പട ആഘോഷമൊരുക്കി. പോരാടാൻ ഉറച്ച മനസാന്നിധ്യത്തിനൊപ്പം ഭാഗ്യത്തിന്റെ കണികയും ചേർന്നാൽ RCB അവരൊരു സംഘമാകും. ഏതു വമ്പനും അടിതെറ്റുന്നൊരു രാജാവ് പടുത്തുയർത്തിയ ജനലക്ഷങ്ങളുടെ RCB. ആവർത്തിക്കപ്പെടുന്ന ചരിത്രങ്ങൾക്ക് മാറ്റുകുറയുമെന്നാണ്. പക്ഷേ 1000 ആവർത്തനങ്ങളിലും പുതുമയുള്ളൊരു കാഴ്ചകളാകാൻ RCB ആരാധകർ കാത്തിരിക്കുകയാണ്.